ഇതാ ഒരു വനിതാ സംരംഭക, തിരുവല്ലയ്ക്കടുത്ത് കുമ്പനാട് നെല്ലിമലയിൽ നിന്ന് സിനി ജയന്റെ വിജയഗാഥ. ശ്രീമതി സിനി ജയൻ, ഞാൻ ഈ സ്ഥാപനത്തിനുള്ളിലേക്ക് കടന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത അത്ഭുതകരമായ കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. സർ, ഇതൊരു ബേക്കറി യൂണിറ്റ് ആണ്. ഇവിടെ ഞങ്ങൾ രാവിലെ ഒരു 3-3:30 ആകുമ്പോൾ പണി സ്റ്റാർട്ട് ചെയ്യും. ബേക്കറികൾക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ്, ബൺ, പഫ്സ്, സാൻഡ്വിച്ച് ഐറ്റംസ്, പേസ്ട്രീസ്, ബർഗർ, ഡോണറ്റ്സ് മുതലായ സാധനങ്ങളാണ് ഞങ്ങൾ ഇവിടെ തയ്യാറാക്കുന്നത്. അത് ഒരു 9 മണിയാകുമ്പോഴത്തേക്കും വിവിധ കടകളിലേക്ക് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ബ്രാൻഡിന്റെ പേര് മൈ ബേക്ക് വേൾഡ് എന്നാണ്. കുമ്പനാട്ടും ഇരവിപേരൂരിലും ഞങ്ങളുടെ ബ്രാഞ്ച് ഉണ്ട്. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കടയുണ്ട്. മാഡം ഒരു അധ്യാപികയായിരുന്നു. എങ്ങനെയാണ് അധ്യാപിക വൃത്തി നിന്ന് വിട്ടിട്ട് ഈ സംരംഭത്തിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം? എൻ്റെ ഹസ്ബൻഡ് ആകസ്മികമായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമായി ഇത്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് സ്കൂളിൽ പോകാൻ ഉള്ള തടസ്സം വന്നു. ഈ ബിസിനസ് തുടങ്ങിയോണ്ട് ഞാൻ ഈ ബിസിനസ്സിലോട്ട് വരികയാണ് ചെയ്തത്. അപ്പോഴും എനിക്കിതിനകത്ത് ഫുള്ളായിട്ട് ചെയ്യാൻ യാതൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഈ പഠിക്കണം എന്നുള്ള ഒരു ആവശ്യം എന്നിലുണ്ടായിട്ട് ഞാൻ കേക്ക്സ് പഠിക്കാനായിട്ട് എറണാകുളത്തൊരു സ്കൂളിൽ ചേർന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. KVK പോലുള്ള സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് എന്ത് സഹായമാണ് ലഭിച്ചിട്ടുള്ളത്? ഞാൻ 2018 KVKയുമായിട്ട് ബന്ധപ്പെടുവാൻ എനിക്ക് സാധിച്ചത്. അതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡ് അതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും 2019 ഒരു ചക്ക സംസ്കരണ കോഴ്സിലേക്ക് ഞാൻ പോകുവാനിടയായി. അങ്ങനെ അവിടെ ചെല്ലുകയും സാറുമാരുമായിട്ടൊക്കെ പരിചയപ്പെടാനും സാധിച്ചു. ഷാന മാമുമായിട്ട് കൂടുതൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ ഷാന മാമുമായിട്ട് കൂടുതൽ അടുത്തിടപഴകാൻ എനിക്ക് അവസരം കിട്ടി. ഷാന മാം എനിക്ക് ഓരോ കാര്യങ്ങൾ ഈ ബിസിനസ് സംബന്ധമായിട്ടും ഫുഡ് സംബന്ധമായിട്ടും ഓരോ നിർദ്ദേശങ്ങൾ തരികയും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കട്ട്ലറ്റിൻ്റെ റെസിപ്പി പോലും എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. അതനുസരിച്ചാണ് ഞങ്ങളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതും. തുടർന്നും ഈ 2024 ജാനുവരി തൃശ്ശൂർ വെച്ചൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, വുമൺ കോൺക്ലേവ്. അതിലും പങ്കെടുക്കുവാൻ എനിക്ക് അവസരം കിട്ടി. ഇതിനെല്ലാം KVKയോട് നമ്മൾ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നുണ്ട്. റോബർട്ട് സാറ്, അവിടെയുള്ള മിക്ക സാറുമാരുമായിട്ടും അവർ നമ്മുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുകയും നമ്മളെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്യുന്നവരാണ്. ഇവിടെ ഇപ്പം കുറേ ലേബേഴ്സിനെ ഞാൻ കണ്ടു. ഇപ്പം കേരളത്തിൽ അറിയാമല്ലോ, ഈ ലേബേഴ്സിൻ്റെ വലിയ പ്രശ്നങ്ങൾ, ലഭ്യതയുടെ കുറവുണ്ട്, സിൻസിയറായിട്ടുള്ള ആൾക്കാരെ കിട്ടാനില്ല. അപ്പം ഇവിടെ എങ്ങനെയാണ്? കാരണം എല്ലാവരുടെയും മുഖത്ത് നോക്കിയപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. എന്താ അതിനെക്കുറിച്ചൊന്ന് പറയാം. എങ്ങനെയാണ് ഇവരെയൊക്കെ ലഭിച്ചത്? അവർക്ക് ഇതിനോടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് എന്താണ്? കൊറോണ കഴിഞ്ഞ് വന്ന സ്റ്റാഫുകളാണ് ഭൂരിഭാഗവും. അതിൽ രമ്യ എന്ന് പറഞ്ഞ സ്റ്റാഫ് ഞങ്ങൾ ഈ തുടങ്ങിയ കാലം മുതൽ എന്നോടൊപ്പം തന്നെയുണ്ട്. കൂടെ തന്നെ നിന്ന്, അതായത് സാമ്പത്തികമായിട്ടുള്ള ഇത് നോക്കാതെ തന്നെ നമ്മളൊരു സഹോദരങ്ങളെ പോലെ തന്നെ എന്നോടൊപ്പം നിന്ന് ചെയ്ത ഒരു കുട്ടിയാണത്. അത് ഈ തുടക്കകാലം മുതൽ ഇന്ന് വരെയും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അവരുടെ ഫാമിലിയുടെ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ധനുഷ്, അബ്ദുൾ, അവർ കൊറോണ കാലത്ത് തന്നെ വന്ന കുട്ടികളാണ്. അവരിന്ന് വരെയും യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. ബാക്കി മിഥുനുണ്ട്, ജിത്തു, അമൃത്, സുന്ദർ, ഞാൻ സുന്ദർ എന്നവനെ വിളിക്കുന്നത്, സിംഗ്ര എന്നവൻ്റെ പേര്. അവനെ ഇതെല്ലാം ക്ലീൻ ചെയ്യും. എല്ലാം പറയാതെ തന്നെ, ഈ കുട്ടികളെല്ലാം നമ്മൾ പറയാതെ തന്നെ ഓരോ കാര്യം പഠിക്കാനാണെങ്കിലും എല്ലാം ഇവർ തന്നെ മുൻകൈ എടുത്ത് ചെയ്യുന്നതാണ്. ഒരുപക്ഷെ ഞാനൊരു ദിവസം ഇല്ലെങ്കിൽ കൂടി ഈ കുട്ടികൾ ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ രമ്യയുടെ നേതൃത്വത്തിൽ, ധനുഷ് അതിനുള്ള മലയാളി ആയതുകൊണ്ട് അവന് നമ്മൾ പറയുന്ന ഇച്ചിരൂടെ മനസ്സിലാകും.
അപ്പം എല്ലാവരും അത് കൺവേ ചെയ്ത് അവർ ഒറ്റക്കെട്ടായിട്ടാണ് ഇതുവരെയും പോകുന്നത്, നമ്മുടെ ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ. കാരണം നമ്മൾ പേരെടുത്ത് ഇവരെ വിളിക്കുന്നതിൽ കൂടെ ഇടമോനെ അങ്ങനെ നമ്മൾ സംബോധന ചെയ്യാറുള്ളൂ ഈ കുഞ്ഞുങ്ങളെ. വേറെ ഒരു പണിക്കാരല്ല, അന്യസംസ്ഥാന തൊഴിൽ ഉണ്ട്. അവർക്ക് ഞങ്ങൾ ഹെൽത്ത് കാർഡ് എടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഞങ്ങൾക്ക് ഹെൽത്ത് കാർഡുണ്ട്. അവർക്ക് നമ്മൾ ഹെൽത്ത് കാർഡ് എടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് താമസിക്കാനൊരു വീട് 3 മുറിയുണ്ട്, അതിലാണ് അവരവിടെ താമസിക്കുന്നത്. ഭക്ഷണം അവർ വെക്കുന്ന ഭക്ഷണം അല്ല ഞങ്ങൾ വെക്കുന്ന ഭക്ഷണം തന്നെയാണ് അവർ കഴിക്കുന്നതും. ഇനി എന്താണ് ഇത് ഇത്രയും ഒരു വലിയൊരു ലെവലിൽ എത്തിയിരിക്കുകയാണ്, എന്താണ് ജീവിതത്തിലെ ഇനി ഒരു ലക്ഷ്യം, എന്താണ് ഒരു വിഷൻ, എന്താണ് ലക്ഷ്യം? ഏറ്റവും നല്ല നല്ല കേക്കുകൾ ഉണ്ടാക്കുക, മറ്റുള്ളവർക്ക് പ്രയോജനമായിട്ടുള്ള ഒരു ജീവിതം, അതാണ് എൻ്റെ ലക്ഷ്യം. കാരണം ഒരു താഴ്ചയിലോട്ട് പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഇത് ഭയങ്കര ടെൻഷനുള്ള ഓരോ വർക്കുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം നമുക്ക് അപ്രീസിയേഷൻ കിട്ടിയ അടുത്ത ദിവസം എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നാൽ അതേപോലെ പോകുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനിത് കണ്ടില്ല. അതുകൊണ്ട് ഒന്നിലും അങ്ങോട്ട് പുകഴ്ന്ന് നിൽക്കാനുമില്ല, എങ്കിൽ ഒന്നുമല്ല എന്ന് വിചാരിച്ച് നിൽക്കാനും പറ്റില്ല. എന്തിനും നമുക്കൊരു കോൺഫിഡൻസ് വേണം, ഒരു ശക്തി നമുക്ക് എപ്പോഴും കൂടെ വേണം നമ്മുടെ തുണയ്ക്കാനായിട്ട്. അങ്ങനെയാണ് ഞാൻ ഇതുവരെയും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നുണ്ട്. കാരണം ആർട്ടിസ്റ്റിക് പരമായിട്ടൊന്നും ഒരു കഴിവും എനിക്കില്ല. ഇതെങ്ങനെ ഇതിൽ എത്തിപ്പെട്ടു എന്ന് തന്നെ എനിക്ക് സ്വപ്നം മാത്രമാണ്. ഇന്ന് ഞാൻ നോക്കുമ്പോഴും എൻ്റെ കൂടെ 21 വർഷമായിട്ടൊരു ആൻറ്റി ഉണ്ടായിരുന്നു ഈ വീട്ടിൽ. ഇപ്പം മോളെ കുഞ്ഞിനെ നോക്കാൻ പോയേക്കുക. പുള്ളിക്കാരി എപ്പം വന്നാലും എന്നെ നോക്കിയിട്ട് പറയും, വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ നോക്കി നിൽക്കും. അത് അങ്ങനെ ഇനിയും മനുഷ്യർ നോക്കി നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം എടുത്തു വെച്ച കാല് ഞാൻ തോറ്റുപോയി എന്നൊരാൾ പറയാൻ ഇടവരുത്തരുത്, അതേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. ഓരോ വനിതകൾക്കും മാതൃകയാണ് സിനി ജയൻ. നമ്മളാണ് ഒപ്പം നിൽക്കേണ്ടത്.